ഓൾറൈറ്റ്. സോ ഫ്രീലാൻസിങ്. സോ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ടേം ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? മേ ബി നിങ്ങളുടെ ക്ലോസ് കോൺടാക്ട്സിലുള്ള ആൾക്കാർ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകാം. ആൻഡ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഫ്രീലാൻസിങ് ചെയ്തിട്ട് എനിക്ക് ടോട്ടൽ ഫ്ലെക്സിബിലിറ്റിയാണ്, ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാം, ആൻഡ് ഒരു സാധാരണ ജോലി കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഏർണിങ്സ് അവർ ഫ്രീലാൻസിങ്ങിലൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്രീലാൻസിങ്ങിനെ പറ്റിയാണ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി എ വൺ സ്റ്റോപ്പ് ഗൈഡ് ഫോർ എവറിത്തിങ് ഫ്രീലാൻസിങ്. സോ A to Z കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് ഈസ് ഫ്രീലാൻസിങ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീലാൻസിങ് ഉണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് രീതിയിൽ ചെയ്യാൻ പറ്റുക, എത്രമാത്രം പൈസ നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റും, ഏതൊക്കെയാണ് ബെസ്റ്റ് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ്, എങ്ങനെയാണ് ക്ലയൻസിനെ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് ഒരു ഫ്രീലാൻസർ എന്ന നിലയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൂൾസും കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം റിസോഴ്സസും, ആൻഡ് അവസാനം നമ്മൾ ഫ്രീലാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോസ് ആൻഡ് കോൺസും കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എസെൻഷ്യലി ഇതൊരു ഫ്രീലാൻസിങ്ങിനെ പറ്റിയൊരു വൺ സ്റ്റോപ്പ് ഗൈഡ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊരു സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. ആൻഡ് ബിഫോർ ഐ ബിഗിൻ, ഞാൻ ഫ്രീലാൻസിങ് ആക്റ്റീവ്ലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴല്ല. ഒരു 2029 ലൈക്ക് ലേറ്റ് 2019 2020 ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ഫ്രീലാൻസിലായിട്ടുള്ള സർവീസസ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ടൈമിലേക്ക് ഫൈവറിൽ നിന്ന് കുറേയധികം ക്ലയൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ലോക്കൽ ടൗണിലുള്ള ഒരു 8 കമ്പനിയൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SEO, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, വീഡിയോ എഡിറ്റിംഗ്, ഇങ്ങനത്തെ സർവീസൊക്കെ ആയിരുന്നു ഒരു ഫ്രീലാൻസിങ് എന്ന രീതിയിൽ ഞാൻ ആ സമയത്ത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പം ഞാൻ എൻ്റെ തന്നെ കുറേയധികം പ്രോജക്ട്സ് ഒക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആക്റ്റീവ്ലി ഫ്രീലാൻസിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. സോ ബാക്ക് ടു ദ വീഡിയോ. ഓൾ റൈറ്റ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വാട്ട് ഈസ് ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് നല്ല രീതിയിൽ അറിയാം, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ വെബ്സൈറ്റ് ഡിസൈനിലൊക്കെ നല്ല പ്രോ ആണ്, എനിക്ക് നല്ല രീതിയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ സ്കില്ല് കൊണ്ടുപോയിട്ട് ഒരു ഫ്രീലാൻസ് പ്ലാറ്റ്ഫോം ലെറ്റ്സ് സേ ഫൈവർ, അപ്വർക്കോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഞാൻ ഈ ഒരു സർവീസസിനെ പറ്റി ഞാൻ കുറേയധികം പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഓരോ പ്ലാറ്റ്ഫോംസിൽ ഒരു ഗിഗൊക്കെ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു ക്ലയൻറ്റ് ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറയുകയാണ്, ഓക്കെ അവർക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആൻഡ് ആ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി അവർക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അവരെന്നോട് ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഓക്കെ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ഇത്രയാണ് ലെറ്റ്സ് സേ ഒരു 25K ആണ് എൻ്റെ ചാർജ് എന്ന് ഞാൻ അവരോട് പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഒരു നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. രണ്ട് പാർട്ടിയും ഒരു പ്രൈസിൽ എഗ്രി ചെയ്യും. ഇൻ ദിസ് കോൺടെക്സ്റ്റ് ലെറ്റ്സ് അസ്യൂം 25K തന്നെയാണ് നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്ത പ്രൈസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആസ് എ ഫ്രീലാൻസർ എനിക്ക് വേണ്ട ഇൻപുട്സും കാര്യങ്ങളൊക്കെ ക്ലയൻസിൻ്റെ അടുത്ത് എടുക്കും, ആൻഡ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും, ആൻഡ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ആൻഡ് മേ ബി കുറച്ചധികം റിവിഷൻസും ഉണ്ടാകും. ഞാൻ ചെയ്തതിന് കുറച്ചധികം കാര്യങ്ങളൊക്കെ അവർക്ക് ഡിഫറൻ്റ് ആയിട്ട് വേണമായിരിക്കും. അപ്പോൾ അവരതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാൻ റിക്വയർഡ് ചേഞ്ചസ് ഒക്കെ എടുക്കും, എന്നിട്ട് റിവിഷനൊക്കെ ചെയ്യും. എന്നിട്ട് രണ്ട് പാർട്ടിയും എഗ്രി ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ആ ഒരു പ്രോജക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസ് എനിക്ക് പേ ചെയ്യും, ആൻഡ് ദ ഡീൽ ഈസ് ഓവർ ദർ. ഓക്കെ, എസെൻഷ്യലി ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ സ്കില്ല് ഞാൻ ഇവിടെ സെല്ല് ചെയ്തിട്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കി ബേസിക്കലി. അതായത് ഞാനിപ്പോൾ ആ ഒരു വർക്ക് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ക്ലയൻറ്റ് അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരുമായിട്ടൊരു ബന്ധമില്ല, ദാറ്റ്സ് ഓവർ റൈറ്റ് ദർ. ആ ഒരു പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, ഒരു ഇൻ എ നട്ട്ഷെൽ പറയുകയാണെങ്കിൽ ഇതാണ് ബേസിക്കലി ഫ്രീലാൻസിങ്. സോ നിങ്ങളുടെ സ്കില്ല് നിങ്ങളൊരു സർവീസായിട്ട് വേറെ ആൾക്ക് ഓഫർ ചെയ്യുന്നു, ആൻഡ് അവർ അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് തരുന്നു. ഇതിനെയാണ് ബേസിക്കലി ഫ്രീലാൻസിംഗ് എന്ന് പറയാൻ പറ്റും. ആൻഡ് നിങ്ങളൊരു ഫുൾ ടൈം ജോബുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം ഡിഫറൻസ് ഉണ്ടല്ലേ. ഒരു ഫുൾ ടൈം ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റെഗുലർലി ഓഫീസിൽ പോകണം, ടീം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ ഫുള്ളി യുവർ സെൽഫ് അവരുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റഡ് ആയിരിക്കും, ആൻഡ് അവർ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ആൻഡ് അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റും ഒരു മന്ത്ലി ബേസിസിൽ തരും. ആൻഡ് ഇൻ ഫ്രീലാൻസിംഗിലേക്ക് വരുമ്പോൾ ഒരു പെർ പ്രോജക്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ബേസിസിലോ അല്ലെങ്കിൽ ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ആയിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻഗേജ് ആവുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് തീരുന്നവരെ നിങ്ങൾ ആ ഒരു ഏത് ക്ലയൻറ്റിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവരുമായിട്ട് ആ ഒരു കോൺട്രാക്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഇനി നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീലാൻസിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് വരുന്നു, അവർക്കൊരു ആവശ്യമുണ്ടെന്ന് പറയുന്നു, എനിക്കത് കൊണ്ട് തരുന്നു, ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു, അവരെനിക്ക് ആ പേയ്മെൻറ്റ് തരുന്നു, ആൻഡ് ദ ഡീൽ ഈസ് ഓവർ. ആൻഡ് ഇത് വേണമെങ്കിൽ ഒരു പെർ പ്രോജക്റ്റ് ബേസിസിലുള്ളൊരു ഡീലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പെർ പ്രോജക്റ്റ് ബേസിസിലല്ലാതെ മേ ബി ലെറ്റ്സ് സേ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്, ആൻഡ് അവർക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു വലിയ കോൺട്രാക്ട് കിട്ടി, ആൻഡ് അവർക്കൊരു കുറേയധികം എന്താ പറയുക സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരുടെ മാൻ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ആൾക്കാരേ ഉള്ളൂ, ബട്ട് അവർക്ക് 25 പീപ്പിൾ വേണം. പക്ഷേ ആ ഒരു സഡൻ സർജ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് 5 പേര് അഡീഷണൽ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർക്ക് നോർമലി അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ 20 ആൾക്കാർ മതിയാകും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് സഡൻ ആയിട്ടൊരു വലിയ ഓർഡർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് വന്നതുകൊണ്ട് തന്നെ ഇവിടെ അവർക്കൊരു 5 പേര് എക്സ്ട്രാ വേണം. അത് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ മതി. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ അടുത്ത 3 മാസത്തിനുള്ളിൽ ഇവർക്ക് 25 പേരുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനി ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 പേരെ ഒരു കോൺട്രാക്ട് ബേസിസിലോ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യും. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസത്തേനായിരിക്കും ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കും ഇവർ ഈ ഒരു കമ്പനി ഒരു ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യുക. ഒരു
അവർ പേയ്മെൻറ്റ് അഗ്രി ചെയ്യും ആൻഡ് അവർ ആ കോൺട്രാക്ട് കഴിയുന്നിടം വരെ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പെർ ഹവർ ബേസിസിൽ നമ്മൾ ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ എൻ്റെ ഹവർലി റേറ്റ് $20 ആണെങ്കിൽ ഓരോ മണിക്കൂറും ഞാൻ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ടു മേക്ക് $20. അപ്പോൾ ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ $100. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീലാൻസിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരു പെർ പ്രോജക്റ്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റിലേക്ക് നമ്മൾ എൻഗേജ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവർലി റേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഫ്രീലാൻസ് വർക്ക് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ ടൈം ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യല്ല. അവരുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണ്, അവർ നമുക്ക് ആ പേയ്മെൻറ്റ് തരും ആൻഡ് വി ആർ ഡൺ. അപ്പോൾ ഇത് ജസ്റ്റ് 3 ഫ്രീലാൻസിംഗ് മോഡൽസ് ആട്ടോ. അപ്പോൾ ഇത് കൂടാതെയും വേറെയും കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. ഒരു റീറ്റെയിനർ ബേസിസിലൊക്കെ ഫ്രീലാൻസിംഗ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണം, അപ്പോൾ ഒരു എല്ലാ മന്തും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആസ് ലോങ് എസ് ദേ പേ അവർ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെയും കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രീലാൻസിംഗ് എന്നുള്ളത് ബൈ നൗ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്രീലാൻസേഴ്സിന് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ സർവീസസ് ആണ് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് സ്പേസിലുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്, അനിമേഷൻ, 3D അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പോലത്തെ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റിംഗ് റിലേറ്റഡ് സ്പേസിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇങ്ങനെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സൈഡ് ഓഫ് തിങ്സിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അക്കൗണ്ടിങ് സ്പേസിൽ അല്ലെങ്കിൽ ഫൈനാൻസ് സ്പേസിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് കീപ്പിംഗ്, ഓഡിറ്റിംഗ് അതേപോലത്തെ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇനിയിപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഫ്രീലാൻസിംഗിൽ ഓഫർ ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ fiverr.com പോയിട്ട് അവരുടെ കാറ്റഗറി സെക്ഷനിലൂടെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി കാണിച്ചു തരാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവർ പ്ലാറ്റ്ഫോമാണ്, ബേസിക്കലി ഒരു ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഇതിലേക്ക് ഞാൻ കൂടുതൽ വരാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ എന്തൊക്കെ ടൈപ്പ് വർക്ക്സ് ആണ് നമുക്ക് ഫ്രീലാൻസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസറായിട്ട് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിലൂടെ കുറേ കാറ്റഗറീസ് കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ കാണുന്ന സർവീസസും നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് 3D ആർക്കിടെക്ചർ ഉണ്ട്, ഇമെയിൽ ഡിസൈൻ, സോഷ്യൽ മീഡിയ ഡിസൈൻ, ഗ്രാഫിക്സ് ഫോർ സ്ട്രീമേഴ്സ്, ഫ്ലയർ ഡിസൈൻ, ബ്രോഷർ, AI ആർട്ടിസ്റ്റ്, പിന്നെ ഫോൺസ് ആൻഡ് ടൈപ്പോഗ്രഫി, ലോഗോ ഡിസൈൻ, വെബ്സൈറ്റ് ഡിസൈൻ, ആപ്പ് ഡിസൈൻ, UX ഡിസൈൻ, അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. ഇമേജ് എഡിറ്റിംഗ്, AI ഇമേജ് എഡിറ്റിംഗ്. ഇനി പ്രോഗ്രാം ആൻഡ് ടെക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ AI ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ്, പിന്നെ വേർഡ്പ്രസ്, കസ്റ്റം ഡൊമെയിൻ, അതേപോലെ തന്നെ വിക്സ്, ഷോപ്പിഫൈ പോലത്തെ വെബ്സൈറ്റ്സ് ഡെവലപ്മെൻറ്റ്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ്, iOS ആപ്പ് ഡെവലപ്മെൻറ്റ്, പിന്നെ ഡാറ്റാബേസസ്, API ഇൻറ്റിഗ്രേഷൻസ്, അങ്ങനെ ഒന്ന് കുറേ ഉണ്ട്. ഇനി മാർക്കറ്റിംഗ് സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ SEO, SEM, പിന്നെ വീഡിയോ SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗസ്റ്റ് പോസ്റ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ അനിമേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന കുറേ സർവീസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈവറിൽ പോയിട്ട് ഈ ഓരോരോ കാറ്റഗറി കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ സർവീസസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സർവീസും ആൻഡ് പൊട്ടൻഷ്യലി നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ള ഫ്രീലാൻസിംഗ് ആയിട്ടുള്ള സർവീസസും കാര്യങ്ങളെ പറ്റിയുള്ള കുറേയധികം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ് ആസ് ടു എക്സാക്ട്ലി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈവറിൽ പോയിട്ട് ഈ ഓരോ കാറ്റഗറീസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് നിങ്ങൾ ഫ്രീലാൻസറായിട്ട് ഓഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബ്ലൂ പ്രിൻറ്റ് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോരോ സർവീസസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് പൊട്ടൻഷ്യലി എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളായിരിക്കും അല്ലേ. അപ്പോൾ അതും കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനത്തെ ഫൈവർ പോലത്തെ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബേസ് എമൗണ്ട് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഫൈവർ പോലത്തെ പ്ലാറ്റ്ഫോംസിലൂടെ പോയാൽ മതി. അഗൈൻ നിങ്ങളാണ് നിങ്ങളുടെ വർക്കിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു എത്രത്തോളമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ആവറേജ് എത്രയാണ് ചാർജ് ചെയ്യുന്നത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അഗൈൻ നിങ്ങൾ ഫൈവറിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്താൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഫൈവറിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ആൻഡ് ടെക് സ്പേസിൽ ലെറ്റ്സ് സേ ഞാനൊരു iOS ആപ്പ് ഡെവലപ്പറാണ്. അപ്പോൾ എനിക്ക് പോയിട്ട് ഇവിടെ iOS ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഓൾ ഓഫ് ദീസ് ഗിഗ്സ്. ആൻഡ് ഇവിടെ ഈ കാണുന്ന ഇൻഡിവിജ്വൽ ലിസ്റ്റിംഗ്സിന് നമ്മൾ ഗിഗ്സ് എന്നാണ് പറയുക. ആൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ഫ്രീലാൻസേഴ്സ് ഓഫർ ചെയ്യുന്ന സർവീസസ് ആണ്. ആൻഡ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗിഗ് കാണാൻ പറ്റും. ഐ വിൽ ഡു മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് iOS ആപ്പ് ഡെവലപ്മെൻറ്റ്. 8,000 ചില്ലറ രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 39,000 ഒരെണ്ണം കാണാൻ പറ്റും, ഇവിടെ 34,000, ഇവിടെ 43,000 ആൻഡ് അതേപോലെ തന്നെ ഇവിടെ 10,000, 17,000 ഒക്കെയാണ് അവർ ചോദിക്കുന്ന പ്രൈസ്. ഇനി നെക്സ്റ്റ് ഈ ഒരു റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ സൈഡിലേക്ക് വന്നിട്ട് ആർട്ടിക്കിൾസ് ആൻഡ് ബ്ലോഗ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു കോണ്ടന്റ് റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഓരോരോ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുന്നതിന് അവർ ചാർജ് ചെയ്യുന്ന വെച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് 8,000 rupees, 1,300, അതേപോലെ 2,444 ഒക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 500 വേർഡ്സ് ഉള്ളൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ വേണ്ടി ഇവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4,432 ആണ്.
ആൻഡ് ഇനിയിപ്പോൾ അത് 1000 വേർഡ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 8000 റുപ്പീസാണ്. ആൻഡ് അതേപോലെ തന്നെ 2000 വേർഡ്സ് ഉള്ള ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ ഓൾമോസ്റ്റ് 15,000 ആണ്. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആക്ച്വലി ചാർജ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളൊരു വെസ്റ്റേൺ കൺട്രീസ്, അതായത് US UK പോലത്തെ കൺട്രീസിലുള്ള ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഫിഗേഴ്സ് നമുക്ക് ഈസിലി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു 1000 വേർഡ് ഉള്ളൊരു ആർട്ടിക്കിളിന് അവർ ചാർജ് ചെയ്യുന്ന 8000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾ ഒരു വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ എസെൻഷ്യലി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 രൂപയാണ്. അതായത് ഹായ് ദർ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്, ഇത് 2 വേർഡ് ഉണ്ട്. ആൻഡ് ഈ 2 വേർഡിന് ഇപ്പം ഞാൻ എനിക്ക് പേ ആയി കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 8 തൊട്ടും 16 രൂപയാണ്. ആൻഡ് അത് അത്ര സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നിങ്ങൾ ആ ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് കോണ്ടന്റ് എഴുതുന്നത് അതിനെപ്പറ്റി കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി ഉണ്ടാവണം, നല്ല രീതിയിൽ ഗ്രാമറൊക്കെ അറിയണം. ആൻഡ് നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ സ്പോട്ട് ഓൺ ആയിരിക്കണം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്കിൽസ് വേണം, ബട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ലെറ്റ്സ് സേ നിങ്ങളൊരു കുറേ നാളായിട്ട് ഈ കോണ്ടന്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. ആൻഡ് പിന്നെ ഗോയിങ് ഫോർവേഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഡേയ്സിലൊക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു 1000 വേർഡ് ലോങ് ആർട്ടിക്കിൾ എഴുതാൻ ലെറ്റ്സ് സേ ഒരു 5 to 6 hours ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3, 4, 5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഇൻ ലെസ് ദാൻ സേ ഒരു 2 or 3 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് ഈ ഒരു ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രൈസിൻ്റെ ആ ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ നീഷ് എടുത്തിട്ട് എന്തൊക്കെ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അവർ ഓഫർ ചെയ്യുന്ന പ്രൈസസ് ഒക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും ആസ് ടു ഹൗ മച്ച് യു ക്യാൻ ചാർജ്. ആൻഡ് പിന്നെ ഈ ഫൈവറിലൊക്കെയുള്ള കുറേയധികം ഗിഗ്സൊക്കെ അവർ ഭയങ്കര അധികമായിട്ടും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആർട്ടിക്കിളും എല്ലാം എടുത്ത് നോക്കിയിട്ട് 500 രൂപയ്ക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടാവുന്നതായിരിക്കണം എന്നില്ല. ഒബ്വിയസ്ലി നിങ്ങൾ റേറ്റിംഗും അതേപോലെ തന്നെ 5 star റിവ്യൂസും പിന്നെ അവരുടെ ആ ഒരു കറണ്ട് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോൾ പാർക്ക് ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾ റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുക ആൻഡ് എത്രത്തോളം രൂപയൊക്കെ ആ ഒരു സർവീസസ് ഓഫർ ചെയ്തിട്ട് കിട്ടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്താണോ സർവീസ് ഓഫർ ചെയ്യാൻ പോകുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന മേ ബി നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ബേസിസിലായിരിക്കാം, അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹോംവർക്ക് ചെയ്യുക, കുറച്ച് റിസർച്ച് ചെയ്യുക, നിങ്ങളുടെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു പേ എത്രയാണ് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ എല്ലാം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു നിങ്ങൾക്ക് സ്വീറ്റ് സ്പോട്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സർവീസ് എന്താണോ അത് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഞാൻ കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് കാര്യം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മേ ബി ഞാൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു നീഷ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന് വേണ്ട സ്കിൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് സ്പേസിലേക്കാണ് ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്പെസിഫിക്കലി ഞാൻ SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SEO റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഫ്രീ റിസോഴ്സസ് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ SEO കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ എനിക്ക് കുറേയധികം വീഡിയോസും ലൈക്ക് ഫുൾ ലെങ്ത് കോഴ്സൊക്കെ കിട്ടും. ആൻഡ് എനിക്കിത് 1 step ahead എടുക്കണം എന്നുണ്ടെങ്കിൽ യൂഡമി, കോഴ്സെറ പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ചെന്നിട്ട് എനിക്കൊരു ഫ്രീ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെയ്ഡ് ഓഫ് 500, 600 അല്ലെങ്കിൽ മേ ബി 1000, 2000 റുപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സിൽ നമുക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനെ നമുക്ക് ഈ ഒരു സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ് സൈഡ് ഓഫ് തിങ്സിലേക്കാണ്, മേ ബി ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സൈഡ് ഓഫ് തിങ്സിലേക്കാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ തന്നെ കുറേയധികം വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും റിസോഴ്സസും കാണാൻ പറ്റും. അതേപോലെ തന്നെ യൂഡമിയിലൊക്കെ കുറേയധികം ഇതുണ്ടാവും, കോഴ്സ് ഉണ്ടാവും അബൌട്ട് വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് എൻറോൾ ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് സേ ഞാനൊരു 1 month ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ആ ഒരു സ്കില്ല് അക്വയർ ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇനി ഓൾറെഡി ആ ഒരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ടോട്ടലി സ്കിപ്പും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒബ്വിയസ്ലി ഒരു നീഷ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കണ്ടുപിടിക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് അക്വയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽസ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് റൈറ്റ് അവേ ചെന്നിട്ട് ഫ്രീലാൻസിങ് ആരും ഓർഡർ തരാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് കൺവിൻസ് ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ്. അതേപോലെ തന്നെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസൊക്കെ അക്വയർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമെന്ന് മറ്റുള്ള ആൾക്കാരെ കൂടി കൺവിൻസ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾ അവരെ അറിയിക്കാൻ പറ്റണം. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യലാണ്. അപ്പോൾ ഡ്രിബിൾ, ബിഹാൻസ് പോലത്തെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്സ് അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവിൽ അത് നിങ്ങൾക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്സ് ഒക്കെ അവിടെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ക്ലയൻസ് ആയിട്ട് ഷെയർ ചെയ്താലും മതി. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോ ഞാൻ സ്കിൽസൊക്കെ അക്വയർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇതുവരെ ഞാൻ ആർക്കും വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, ഞാൻ എന്താണ് വർക്ക് കാണിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് വർക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യാം.
പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സൈഡിലുള്ള ബിസിനസ്സസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലോക്കൽ ടൗണിലുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസസ് വേണമെന്ന് ജസ്റ്റ് അവരോട് ചോദിച്ച് നോക്കുക. ആൻഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് നിങ്ങൾ എടുത്ത് ചെയ്തിട്ട് അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റ് സൈഡ് ഓഫ് തിങ്സ് അങ്ങനത്തെ സർവീസാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമാജിനറി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം, XYZ റെസ്റ്റോറൻറ്റ്. അവർക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നിട്ട് അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. സിമിലർലി ലെറ്റ്സ് സേ ഒരു ലോഗോ ഡിസൈനിങ് സർവീസാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമാജിനറി കമ്പനീൻ്റെ ഒരു ലോഗോ ഒരു കപ്പിൾ ഓഫ് ദം ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും അത് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യലി ക്ലയൻസ് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ വേണം. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഇല്ല എന്നാണ് നിങ്ങളുടെ എക്സ്ക്യൂസ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യാം, അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് മേ ബി നിങ്ങളുടെ ലോക്കൽ ടൗൺസിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബിഗിനർ ആണെങ്കിൽ ചെറിയ പൈസക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 പ്രൊജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ്, അത് നിങ്ങൾക്ക് കൊണ്ട് ആഡ് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാക്സിമം അട്രാക്റ്റീവ് ആക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റിൻ്റെ അത് നിങ്ങളുടെ സ്വന്തം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബേസിക്കലി നിങ്ങൾ ഉണ്ടാക്കണം. ആൻഡ് അതിൽ കൂൾ ആനിമേഷൻസും കാര്യങ്ങളും അത് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക് അവിടെ തന്നെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഗ്രാഫിക് ഡിസൈനറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രിബിൾ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹാൻസ് പ്രൊഫൈലൊക്കെ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ആ ഒരു ബിൽഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ തന്നെ ടോപ്പ് നോച്ച് ആക്കിയിട്ട് ബെസ്റ്റ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ദാറ്റ്സ് ഫോർ ബിൽഡിംഗ് എ പോർട്ട്ഫോളിയോ. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസറായിട്ട് എന്ത് തരം സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചു, അതിന് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അപ്പോൾ ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ നമുക്ക് മൾട്ടിപ്പിൾ ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫൈവർ, അപ്വർക്ക്, പീപ്പിൾ പെർ ഹവർ, ടോപ്പ് ടാൽ, ഫ്രീലാൻസർ അങ്ങനെ കുറേ അധികം ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ പ്ലാറ്റ്ഫോംസ് എങ്ങനെ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഫ്രീലാൻസേഴ്സ്, അതായത് എന്തെങ്കിലും വർക്ക് ഓഫർ ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് അവിടെ പോയി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ഗിഗ്, അപ്പോൾ ഈ ഒരു ഫ്രീലാൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഗിഗ് എന്നാണ് പറയുക, ആ ഒരു ഗിഗ് അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യും. എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെയാണ് ചെയ്യുക, ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ ആൻഡ് ഇതാണ് എൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പോസ്റ്റ് ചെയ്യും. ആൻഡ് ലെറ്റ്സ് ഒരു ഇനി വേറൊരു ക്ലയൻറ്റ് അവർക്ക് വെബ് ഡിസൈനിങ് ആയിട്ട് എന്തെങ്കിലും ഒരു റിലേറ്റഡ് പ്രോജക്റ്റിന് വേണ്ടി ഇങ്ങനെ ഫ്രീലാൻസേഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഫൈവർ പോലത്തെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യും, സെർച്ച് ബാറിൽ ചെല്ലും, വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യും. അപ്പോൾ കുറേ അധികം ഗിഗ് കാണും, അവരുടെ പോർട്ട്ഫോളിയോ കൂടെ പോകും, റേറ്റിംഗ്സ്, അതേപോലെ തന്നെ കറണ്ട് ഓർഡേഴ്സ്, ക്യൂ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നോക്കിയിട്ട് മേ ബി അവർ ഒരു ഗിഗ് സെലക്ട് ചെയ്യും, പേയ്മെൻറ്റ് നടത്തും. അവർ എസെൻഷ്യലി ആ ഒരു ഫ്രീലാൻസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്രീലാൻസിനെ അവർ ഹയർ ചെയ്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗിഗ് പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേ അധികം ആൾക്കാർ ഓൾറെഡി ഫ്രീലാൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓരോരോ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇപ്പോൾ ഏതൊരു കീവേഡ് അടിച്ചിട്ടുണ്ടെങ്കിലും ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന ഓരോരോ ഗിഗ്സ് ഉണ്ടല്ലോ, അതിന് നല്ല രീതിയിലുള്ള 5 സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ടാകും, അതേപോലെ കുറേ റിവ്യൂസ് ഉണ്ടാകും, ആൻഡ് കറണ്ട് ഓർഡേഴ്സിന് ക്യൂ കുറേ ഉണ്ടാകും, ആൻഡ് ടോട്ടൽ ഓർഡേഴ്സ് കംപ്ലീറ്റഡ് ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് അവർ ചിലപ്പോൾ ഒരു പ്രോ സെല്ലറൊക്കെ ആയിരിക്കും, അതായത് അവർ ഈ ഓരോ പ്ലാറ്റ്ഫോമിൽ കുറേ നാളായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ ഗിഗൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ റാങ്കിങ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു പുതിയ നിങ്ങളുടെ ഒരു ഗിഗ് അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ആ ഒരു കീവേഡ്, ലെറ്റ്സ് സേ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫൈവർ ഗിഗിൽ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് വീഡിയോ എഡിറ്റിംഗെ പറ്റി ഞാൻ എൻ്റെ ഗിഗ് കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് സർവീസസ് അവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗിഗ് നോട്ട് നെസസറിലി ആ ഒരു ഫസ്റ്റ് പേജിൽ കാണുന്നില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഫിയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഒരു ഗിഗ് പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുറേ ഓർഡേഴ്സ് കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആൻഡ് ഇൻഫാക്ട് പഴയതിനെക്കാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ വൺ ഓഫ് മെനി ഓപ്ഷൻസ് ആയിരിക്കണം. അത് നിങ്ങളുടെ പ്രൈമറി ഓപ്ഷനോ അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആവാനോ പാടില്ല. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നത്. ഇനി സെക്കൻഡ് ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ അധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ടാകും. മേ ബി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടാക്കാം, നിങ്ങളുടെ വർക്കൊക്കെ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലൊക്കെ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യാം, ആൻഡ് മേ ബി പൊട്ടൻഷ്യൽ ക്ലയൻസ് ഒക്കെ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാം. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറൽസോ അല്ലെങ്കിൽ ക്ലോസ് കോൺടാക്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, വർക്ക് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ആക്റ്റീവ്ലി റീച്ച് ഔട്ട് ചെയ്ത് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഏതെങ്കിലും നിങ്ങളുടെ ഒരു ക്ലോസ് കോൺടാക്റ്റിലുള്ള ആൾക്ക് ഒരു ലെറ്റ്സ് ഒരു ബിസിനസ് ഉണ്ട്, ആൻഡ് അവർക്കൊരു വെബ്സൈറ്റ് പൊട്ടൻഷ്യലി വേണ്ടി വന്നേക്കാം, പക്ഷേ അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ റീച്ച് ഔട്ട് ചെയ്തിട്ട് പറയാം, ഓക്കെ ഞാൻ നിങ്ങൾ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കുറച്ച് എക്സ്പോഷർ കിട്ടും, അപ്പോൾ അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, വേണമെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് ചെയ്ത് തരാമെന്നൊക്കെ നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവർക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അങ്ങോട്ട് പ്രൊആക്റ്റീവ്ലി റീച്ച് ഔട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. അതൊരു സ്ട്രാറ്റജിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോൾഡ് ഔട്ട് റീച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കോൾഡ് ഔട്ട് റീച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
കുറേ ലീഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ലോക്കൽ ബിസിനസ്സിൻ്റെ അകത്തൊക്കെ. അപ്പോൾ ഞാനിതൊരു എക്സാമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് കൈൻഡ് ഓഫ് സർവീസാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോക്കൽ ടൗണോ അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്ത് കുറേയധികം കമ്പനീസ്, അതായത് എൻ്റെ അടുത്തുള്ള കുറേയധികം റെസ്റ്റോറൻറ്റ്സിൻ്റെയോ ഹോട്ടൽസിൻ്റെയോ അല്ലെങ്കിൽ ഷോപ്സിൻ്റെ ഒക്കെ കുറേയധികം ഡീറ്റെയിൽസ്, അത് ലീഡ്സ് ഞാൻ കളക്ട് ചെയ്യും. അതായത് ഗൂഗിൾ മാപ്പിൽ നോക്കും, വെബ്സൈറ്റ് ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കും. എന്നിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാനൊരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ കുറേയധികം ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ ലീഡ്സ് ഉണ്ട് എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി. അതായത് എനിക്കിപ്പോൾ ഉറപ്പാണ് ഈ ഓരോരോ ബിസിനസ്സുകൾക്ക് വെബ്സൈറ്റ് ഇല്ല ആൻഡ് അവരുടെ പേരും അറിയാം, സ്ഥലവും അറിയാം, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രൊആക്റ്റീവ്ലി അവരോട് കോൾ ചെയ്ത് റീച്ച് ഔട്ട് ചെയ്യും. അതായത് ഞാൻ ചിലപ്പോൾ ഇമെയിൽ അയക്കും. അപ്പോൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതിനാണ് കോൾഡ് ഇമെയിൽ എന്ന് പറയുക. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോൾഡ് കോൾ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മുൻപരിചയം ഇല്ലാതെ നിങ്ങൾ ഡയറക്റ്റ്ലി അവരെ വിളിക്കുന്നതിന് ഈ ഒരു ഹോൾ പരിപാടിക്കാണ് ഈ ഒരു കോൾഡ് ഔട്ട്റീച്ച് എന്ന് പറയുക. ഞാനിപ്പോൾ എൻ്റെ റിസർച്ച് ഒക്കെ ചെയ്തു. ഇവിടെയുള്ളൊരു ABC എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവർക്ക് വെബ്സൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ അവരെ വിളിക്കുകയാണ്, ABC റെസ്റ്റോറൻറ്റിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഓക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ല, അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓൺലൈൻ എക്സ്പോഷർ കിട്ടും, കുറച്ചുകൂടി നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ പറ്റും, മേ ബി കുറേ ഓർഡേഴ്സും കുറേ കസ്റ്റമേഴ്സിനെ കിട്ടാൻ നിങ്ങളെ പൊട്ടൻഷ്യലി ഹെൽപ്പ് ചെയ്തേക്കാം. ആൻഡ് ഞാൻ ഇങ്ങനത്തെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണോ, ഇതൊക്കെയാണ് എൻ്റെ ചാർജസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ വിളിച്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ബേസിക്കലി ഒരു കോൾഡ് ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിളിച്ച് തന്നെ പറയണമെന്നില്ല, മേ ബി നിങ്ങൾക്കിപ്പോൾ ലൈക്ക് US അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെയുള്ള ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഇമെയിൽ അയച്ചു, അതായത് കോൾഡ് ഇമെയിൽ അയച്ചിട്ടും നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്ലയൻസിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡയറക്റ്റ്ലി ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഓപ്ഷൻ്റെ അത് തന്നെ വേറെയും കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് 2-3 പറഞ്ഞേ ഉള്ളൂ. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾ നെറ്റിലൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കുറേയധികം ഡയറക്റ്റായിട്ട് ക്ലയൻസിനെ കണ്ടുപിടിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിൽ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ മേക്ക് ഷുവർ യു ആർ സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെയാണ് നിങ്ങൾ ക്ലയൻസിനെ കണ്ടുപിടിക്കുന്ന വർക്ക് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ പേയ്മെൻറ്റ്സിനെ പറ്റി അത്ര വെറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ്ലി ആണ് ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ക്ലയൻസ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പ്രെറ്റി സിമ്പിളാണ്. നമുക്ക് UPI അല്ലെങ്കിൽ IMPS അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ഡയറക്റ്റ്ലി ആ ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു US ഒരു ക്ലയൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് കേസെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 3 സർവീസസ് ആണ് പേയ്പാൽ, പയോനീർ ആൻഡ് വൈസ് എന്ന് പറയുന്നത്. ആൻഡ് പേയ്പാലാണ് എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യാറുള്ളൊരു പേയ്മെൻറ്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേയ്പാലും പയോനീറും വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ആണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സർവീസസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പേയ്പാൽ അക്കൗണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് paypal.com പോയിട്ട് ഒരു പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ലെസ് ദാൻ 3-4 ഡേയ്സ് നിങ്ങൾക്ക് ആ ഒരു പേയ്പാൽ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേയ്പാൽ അക്കൗണ്ട് ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയോനീർ എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതും പ്രെറ്റി സിമിലർ ടു പേയ്പാൽ ആണ്, ഒരു പേയ്പാൽ ഓൾട്ടർനേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെയുള്ള വേറൊരു സർവീസാണ് വൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും വൈസ് പ്രിഫർ ചെയ്യാനും യൂസ് ചെയ്യാനും എപ്പോഴൊക്കെ എനിക്ക് പോസിബിൾ ആണോ അപ്പോഴൊക്കെ ഞാൻ വൈസ് ആയിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക, അതായത് എക്സ്റ്റേണൽ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ നേരത്ത്. ആൻഡ് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈസിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഫീയും ടാക്സസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ പേയ്പാലിൽ ഒരു 100 rupees എനിക്കൊരു ക്ലയൻറ്റ് അയക്കുകയാണെങ്കിൽ എനിക്കിത് ഇന്ത്യയിൽ കിട്ടുമ്പോൾ ഒരു 94 അല്ലെങ്കിൽ $95 ആയിരിക്കും എനിക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇനി ആ കിട്ടുന്ന പൈസേൻ്റെ അകത്ത് ലെറ്റ്സ് സേ $1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 84 rupees ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ പേയ്പാൽ എനിക്ക് ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്യുമ്പോൾ അവർ കൺവേർഷൻ റേറ്റ് ആയിട്ട് അവരെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 82 ഒക്കെ ആയിരിക്കും. അതായത് അവർ ഓൾറെഡി $5 അവരുടെ ഫീ ആയിട്ട് അവർ ഓൾറെഡി എടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് കിട്ടുന്ന എമൗണ്ടിൻ്റെ അകത്ത് ഇനിയും എനിക്ക് ഓരോ ഡോളറിലും $2 വെച്ച് കുറയും. അതായത് കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലെറ്റ്സ് സേ നിങ്ങൾ $1,000 ഒക്കെ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ടാക്സസും ചാർജസും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ആൻഡ് ഇപ്പോൾ 84 rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 83.5 രൂപ വരെയൊക്കെ കൺവേർഷൻ ഫീയും കിട്ടും. അപ്പോൾ ബെറ്റർ കൺവേർഷൻ ഫീയും ടാക്സസ് കുറവും ഫീസും കുറവ് വൈസിലാണ്. അപ്പോൾ പറ്റുന്നിടത്തൊക്കെ വൈസ് യൂസ് ചെയ്യുക. ആൻഡ് ഇനി ചില ക്ലയൻസ് വൈസ് പറ്റില്ല പേയ്പാലാന്ന് പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് പേയ്പാലും യൂസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പേയ്പാൽ അല്ലെങ്കിൽ വൈസ് അല്ലെങ്കിൽ പയോനീർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സൈനപ്പ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് സെറ്റപ്പ് ആക്കി വെക്കുക. ആൻഡ് അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ക്ലയൻസിൻ്റെ അടുത്ത് ഇൻ്റർനാഷണൽ ക്ലയൻസിൻ്റെ അടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന വൈസ് ആയിരിക്കും. പറ്റുന്ന സ്ഥലത്തെല്ലാം വൈസ് യൂസ് ചെയ്യുക. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പേയ്പാലുമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. ആൻഡ് പേയ്പാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 4 to 5% ഒക്കെ നമുക്ക് ടോട്ടൽ എമൗണ്ട്, അതായത്
ഈ ട്രാൻസാക്ഷൻ ഫീസും ചാർജസുമായിട്ട് മാത്രം വരും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മളൊരു കൺവേർഷൻ റേറ്റിൻ്റെ കുറച്ചധികം നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. സോ അതെന്തായാലും ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യലി യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടൂൾസിനെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോഷനാണ്. അപ്പോൾ ഒരു നോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാറ്റ്ഫോം. അത് നിങ്ങൾക്ക് നോട്ട് ടേക്കിംഗ് ആപ്പായിട്ട് ഉപയോഗിക്കാം, ടു ഡു ആപ്പായിട്ട് ഉപയോഗിക്കാം, ഒരു ഡേറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാം, എക്സൽ പോലത്തെ ഒരു ഇതായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഡേ ടു ഡേ ട്രാക്കിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഈ നോഷൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് പറയാൻ പോകുന്ന കുറേയധികം ടൂൾസിൻ്റെ ഓരോ വർക്കും ഈ നോഷനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുക, നിങ്ങളുടെ ഇൻവോയ്സസ് ചെയ്യുക, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഈ ഒരു നോഷൻ ഇതിലുണ്ട്. ഇൻഫാക്ട് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വരെ ഈ ഒരു നോഷൻ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നോഷൻ്റെ അത് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും നോഷൻ സൈറ്റായിട്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോഷനാണ്. ഈ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ട്രെല്ലോ, അസാന അല്ലെങ്കിൽ ക്ലിക്കപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രോജക്റ്റൊക്കെ കീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഓരോരോ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമർലി ആണ്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾ കുറേ ഇൻ്റർനാഷണൽ ക്ലയൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കുക, ഇമെയിൽ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പോസോ അല്ലെങ്കിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും വരുത്തണ്ട. പിന്നെ ഗ്രാമാറ്റിക്കലി എല്ലാം കറക്റ്റായിട്ട് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാമർലിൻ്റെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു ക്രിയേറ്റീവ് സ്പേസിലുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഇമേജസും ബാനേഴ്സും അല്ലെങ്കിൽ വെബ്സൈറ്റിന് വേണ്ടിയുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വെബ്സൈറ്റ് പോലെ ക്യാൻവാൻ്റെ ഒക്കെ ഫ്രീ പ്ലാൻ തന്നെ മോർ ദാൻ ഇനഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവേ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT ആൻഡ് ക്ലോഡ് ആണ്. ആൻഡ് നിങ്ങൾ ഏതൊരു ഫ്രീലാൻസ് റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഓരോരോ AI ടൂൾസ്, അതായത് ChatGPT ക്ലോഡോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടൂളാണ്. ആൻഡ് ഈ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഷ് സ്പെസിഫിക് ആയിട്ടുള്ള കുറേയധികം AI ടൂൾസ് ഉണ്ടാകും. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് സർവീസസ് ഒക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിഡ് ജേർണി പോലത്തെ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ് റിലേറ്റഡ് സർവീസസ് ഒക്കെയാണ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കഴ്സർ AI, bolt.new, V0, Windsurf പോലത്തെ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സും എക്സലും അല്ലെങ്കിൽ ഫ്രഷ് ബുക്സ് പോലത്തെ പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളെ പറ്റി കീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് എത്ര എമൗണ്ട് കിട്ടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബേസിക്കലി ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സർവീസസ് ഒക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ പ്രൊജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ക്ലയൻറ്റിന് റിവ്യൂക്ക് വേണ്ടി അയക്കേണ്ടി വരില്ലേ. അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് പോലത്തെ അല്ലെങ്കിൽ വേറെ ക്ലൗഡ് ഇങ്ങനത്തെ സ്റ്റോറേജ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് അല്ലെങ്കിൽ ഐക്ലൗഡ് ഒക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ്ലി ഇനിയിപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ പീപ്പിളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലാക്ക് പോലത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആ ഒരു ലൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കാനും ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സ്ലാക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വേറെയും കുറേയധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് ഒക്കെ അനുസരിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ബേസിക്കലി ഫ്രീലാൻസിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോസ്, അതായത് ഫ്രീലാൻസിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ഉപയോഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ടോട്ടൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാം ആൻഡ് ഇഷ്ടമുള്ള സമയത്തും വർക്ക് ചെയ്യാം. പറഞ്ഞ ടൈമിനുള്ളിൽ ക്ലയൻറ്റിന് ആ വർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ അത് USA നിന്ന് ചെയ്യുന്നോ, ദുബായിൽ നിന്ന് ചെയ്യുന്നോ, ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നോ എന്നുള്ളത് കാര്യം മാറ്റർ ആവുന്ന കാര്യമേ അല്ല. നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ രാത്രി 1 മണിക്ക് വർക്ക് ചെയ്തോ, ഉച്ചയ്ക്ക് വർക്ക് ചെയ്തോ, അതും നിങ്ങൾക്ക് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതും മാറ്റർ ചെയ്യുന്നൊരു കാര്യമേ അല്ല. അവർ ഡെഡ് ലൈൻ പറയുകയാണ്, ഓക്കെ 26 നവംബറിന് എനിക്ക് ആ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൊക്കേഷൻ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു ഫ്രീലാൻസിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരേ സമയം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിന് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സർവീസസ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാനുള്ള ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയും ഈ ഫ്രീലാൻസിംഗ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീലാൻസിംഗിലായിട്ടുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രീലാൻസിംഗ് ഉണ്ടെങ്കിലും കുറച്ചധികം കോൺസ് നമുക്ക് ഈ ഒരു ഫ്രീലാൻസിംഗിന് അസോസിയേറ്റഡ് ആയിട്ട് പറയാൻ പറ്റും. അതിൽ ഏറ്റവും ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐസൊലേഷൻ ആയിരിക്കും. ആൻഡ് ഫോർ ദ മോസ്റ്റ് പാർട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വേറെ സിറ്റിയിലൊക്കെ ആണെങ്കിലും നിങ്ങളിങ്ങനെ ഫ്രീലാൻസ് സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല, കൊളീഗ്സ് ആയിട്ട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ റൂമിലിരുന്ന് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതൊരു ഐസൊലേഷൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വൺ റീസൺ ആണ്. അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയും ഒരു ഇഷ്യൂ ആണ്. കാരണം ഫ്രീലാൻസിങ് നിങ്ങൾക്ക് റീറ്റെയിനർ ബേസിസിലുള്ള ക്ലയൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ്. പക്ഷേ മേ ബി ഫോർ എക്സാമ്പിൾ ഈ മന്ത് എനിക്ക് 5 പ്രൊജക്റ്റ് കിട്ടും, അടുത്ത മാസം 10 പ്രൊജക്റ്റ് കിട്ടും, പക്ഷേ അതിൻ്റെ അടുത്ത മാസം ചിലപ്പോൾ എനിക്ക് ഒരു പ്രൊജക്റ്റും കിട്ടത്തില്ല. അപ്പോൾ അത് അൺസർട്ടൻ ആണ്, നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല എത്ര രൂപ കിട്ടും. ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ 1 ലക്ഷം രൂപ ഉണ്ടാക്കി, അടുത്ത മാസം ഞാൻ ചിലപ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടാക്കും, അതിൻ്റെ അടുത്ത മാസം എനിക്ക് $0 ആയിരിക്കും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ് കിട്ടും എന്നുള്ളത്. അത് ഒരു ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു കോണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, ഇൻവോയ്സിനെ കീപ്പ് ട്രാക്ക് ചെയ്യുക, എല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യുക, ടാക്സസ് പേ ചെയ്യുക, ടാക്സ് ഫയൽ ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടി വരും.
ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഒബ്വിയസ്ലി ഒരു ലെവലിന് അപ്പുറമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആൾക്കാർക്ക് ഹയർ ചെയ്തിട്ട് ഈ ഓരോ ടാസ്ക്കൊക്കെ ഡെലിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ വർക്ക് ലോഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണെങ്കിൽ ഈ ഓരോ കുറേ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ തലയിലേക്ക് വരും. അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും മൈൻഡ്ഫുൾ ആയിരിക്കുക. ഇനി ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ എംപ്ലോയർ ഫണ്ടഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു MNCക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, പിന്നെ കുറേ ലീവ്സ് കിട്ടും, അതേപോലെ തന്നെ കുറച്ച് എംപ്ലോയി ഫണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. പെയ്ഡ് ഹോളിഡേ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഫ്രീലാൻസിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഫ്രീലാൻസിങ്ങിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ. എനിക്കറിയാം വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു. ആൻഡ് ആസ് ഫാർ ആസ് ഐ കൻ ടെൽ ഞാൻ കുറേ അധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ബൈ നൗ നിങ്ങൾക്ക് ഏകദേശം ഫ്രീലാൻസിങ്ങിനെ പറ്റി നല്ല രീതിയിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് ഫ്രീലാൻസിങ്, ഏതൊക്കെയാണ് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ്, എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുക, പ്രൈസസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, ക്ലയൻസിനെ കണ്ടുപിടിക്കുക, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാം, അതിനൊക്കെ കുറേ അധികം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫ്രീലാൻസിങ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇൻഫർമേഷൻ ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഗോയിങ് ഫോർവേഡ് ഞാൻ ഇതേപോലത്തെ കുറേ അധികം കോണ്ടന്റ് ഒക്കെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ യു ആർ സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ അത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ്, മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ നെക്സ്റ്റ് വൺ.